അല്ല ആചാര്യ, കല്യാണ ഓഡിറ്റോറിയത്തിലാണെങ്കിലും കല്യാണത്തിൽ ഒരു 10-25 ആളുണ്ടാവില്ലേ? അത് വെക്കേണ്ടി വരുമല്ലോ. ഓൻ്റെ ചങ്ങായിമാരും ഉണ്ടാവും, എൻ്റെ കുടുംബക്കാരും ഉണ്ടാവും. പിന്നെ ഇപ്പം എന്നാൽ എൻ്റെ പേരിയത്ത് ഒടുത്ത കല്യാണമാണ്. അതിൻ്റെ പുറമെ എൻ്റെ രണ്ടാമത്തെ മരുവൻ്റെ കുറച്ച് ചങ്ങായിമാരും ഉണ്ടാവും. കണക്കൊന്നും നോക്കിയിട്ടല്ല, ഒരു 30 കിലോ വെച്ചേക്കണം അതിലേക്ക്. മൂത്ത മരുവൊക്കെ നാട്ടിൽ തന്നെ അല്ലേ? എന്താ മരുക്കളെ വല്ല സഹായം കിട്ടലുണ്ടോ? മൂത്ത മരുവന് ആ കഥ ഒന്നും പറയാല്ലേ. ഗൾഫിൽ മുന്തിയ ജോലിയാന്ന് വിചാരിച്ചാണ് കെട്ടിച്ചു കൊടുത്തതാണ്. ഇപ്പോൾ ഒരു കൊല്ലം ഗൾഫിൽ നിന്നുകാണ്ട് ഇപ്പോൾ തെണ്ടി തിരിച്ച് നാട്ടിൽ വന്നേക്കണ്. ഇപ്പം ഇങ്ങനെ തെക്കും പറക്കും നടക്കുകയാണ്. പിന്നെയും നമുക്കൊരു ആശ്വാസം ഉള്ളത് രണ്ടാമത്തെ മരുവനെ കൊണ്ടാ. ഓനാണ് എൻ്റെ പേരിൽ എല്ലാം. എൻ്റെ ചെറിയ മോനക്ക്, അതായത് ഓൻ്റെ അളിയൻകുട്ടിക്ക് പുതിയാപ്പിള ഇറങ്ങുമ്പോൾ ഇടാനൊരു കുപ്പായ ഒരു പാൻറ്റും വാങ്ങി കൊടുക്കാൻ അതിന് വരെ പാകമല്ല മൂത്തോൻ്റെ അടുത്ത്. അതിന് കാര്യം ഇങ്ങനെ കൊടുത്ത ചെറിയോനെ ഓനക്ക് കൊടുക്കാൻ പെണ്ണിന് കെട്ടോളം മഹർ ചെറിയോൻ വാങ്ങിക്കൊടുത്തതാ. ഓൻ്റെ റൂമിൽ നല്ല കട്ടില് അതും ഓൻ വാങ്ങിക്കൊടുത്താ. AC ചെറിയ മരുവൻ വെച്ചു കൊടുത്ത്. വലിയവനെ കൊണ്ട് അതിൻ്റെ ഉപകാരമില്ല. വലിയ പത്രാസും വമ്പൂസും എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ കെട്ടിച്ചതാണ്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പെട്ടക്കണം. പിന്നെ എൻ്റെ മോന് നാളെ പുതിയാപ്പിള ഇറങ്ങുമ്പോൾ പോകാനുള്ള ബെൻസ് കാറ് അതിൻ്റെ ചെറിയ മരുവൻ്റെ. പിന്നെ തെത്തപ്പം ഞാൻ അതിൻ്റെ അങ്ങേപ്പുറം വേണ്ടത്. നിങ്ങൾക്കറിയോ, ഞാൻ ഗൾഫ് പോയിരുന്ന കാലത്തെ ഈ ഇപ്പാൻ്റെ മഹിമ കാണിക്കാൻ ഫോണും ടോർച്ചും വാച്ചും വില കൂടിയ സ്പ്രേയും ഒക്കെ ഞാൻ ഇയാൾക്ക് വാങ്ങിക്കൊടുത്ത്. എൻ്റെ ചെറിയ അളിയനെ അവൻ്റെ അൾമറിയിൽ കാണാം ഞാൻ അന്ന് വാങ്ങിക്കൊടുത്ത ബ്രാൻഡഡ് സാധനങ്ങളുണ്ടാവും. ഇതൊക്കെ മറന്ന് റഷീദ് ഏകദേശം കട്ടൻ ചായ കുടിച്ച് എപ്പോൾ തുടങ്ങിയ നയിപ്പ. ഇപ്പം എൻ്റെയൊക്കെ 10 ഉറുപ്പ്യ കുറഞ്ഞപ്പോൾ ഞാനൊന്നും ഇല്ലാത്തല്ലേ. കേറി ബാബാ, സുഖല്ലേ? ആ കോമോ സുഖാണ്. സംസോ രാത്രി കല്യാണത്തിൽ വന്ന് അത് വിചാരിച്ചാൽ നാളെ പകല് ഓടിക്കത്തേക്ക് വരാതെക്കരുത്. ഞാൻ നാളെ സജീവായിട്ട് അവിടെ ഉണ്ടാവും. അത് മതി. അയാളല്ല, ചെറിയ ആളെന്നോടെ. എന്താ പോ അളിയതിന്റെ ലോക്ക് ഒന്ന് ശരിയാക്കിയാണ്. ഇത് ബ്രാൻഡഡ് ആട്ടോ പാപ്പോ. വാ എന്നാ ഒരു ചോറ് നോട്ടെ. പോയി വെച്ചു നിങ്ങൾ വരി. കോമോക്ക പ്ലേറ്റും ഗ്ലാസും കഴിഞ്ഞാൽ അത് വാങ്ങേണ്ടി വരും. വാ ഞാൻ പോയി കൊണ്ടുവരട്ടാ. എന്റെ കുട്ടി പോണ്ട, എവിടെ ഇരുന്നോ. ഇവിടെ പണി ചെയ്യാതെ കുത്തിറക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഓര് പോയിക്കോളും. ഏത് സ്റ്റേജോ? അതൊക്കെ എന്റെ ചെറിയ മോരെ ഏൽപ്പിച്ചതല്ലേ. അപ്പൊ അതല്ല ബമ്പുണ്ടാവും. അതിനൊക്കെ പറ്റിയോനാണെന്ന്. ആചാര്യ, ചോറ് ഉഷാറായി കിട്ടാം. അതൊക്കെ എന്റെ ചെറിയ മരം ഏൽപ്പിച്ചതല്ലേ. പൊട്ടിക്കാതെ കൊണ്ടേ വെക്കട്ടാ. നല്ല നോക്കണത്. വെക്കുമ്പോ കിക്കിക്കാണ് വെച്ചാളാ. മുജീബേ, ഓഡിറ്റോറിയത്തില് ഗസ്റ്റുകൾ വരുമ്പോ സ്വീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇജ്ജ് നോക്കണം. പിന്നെ ചോറ്റുംപേരിലെ കാര്യങ്ങള് റഷീദ് നോക്കിക്കോളും കേട്ടോ. ഒക്കെ ആ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്താണ്. മറ്റോനെതിന് മൂത്തോനെതിന് കണക്കാക്കാൻ പറ്റൂല. മനുഷ്യന്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞാല് ഒരു ബലി ഉണ്ടാവില്ല. ഇതിലാരാ? മുജീബ്. മുജീബ് ഇതാ കേറിയിരിക്കി. വി ആർ ഫ്രം സ്പെഷ്യൽ കോഡ്. മുജീബെ പോയാലോ? അല്ല സാറേ, മാന്യമായിട്ട് ജീവിക്കണം. എൻ്റെ മോൻ എന്ത് തെറ്റാ ചെയ്തത്? മാന്റെ പണി എന്താണെന്ന് ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ? ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് എത്തിച്ച് സപ്ലൈ ചെയ്യലാണ് തൻ്റെ മകന് പണി. കുറെ കാലമായി ഇവനെ തപ്പി നടക്കുകയാണ്. ഇന്ന് ഇവിടെ ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ആ പുറത്ത് കിടക്കുന്ന ബെൻസ് കാറില്ലേ, അതിലാണ് അവന്റെ ഫുൾ പരിപാടി. അവനെ അങ്ങോട്ട് കൊണ്ടുവരും. ആ കാർ ഒന്ന് ചെക്ക് ചെയ്യണം. വല്ലാത്ത കുടുംബം തന്നെ. ഇതാണല്ലേ ഞങ്ങളെ മരുവനക്ക് പണി. ഇത് പോന്നാ